ഓരോ ദിവസവും ഏകദേശം 2 ലക്ഷം ടൺ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അമേരിക്കയിൽ മാത്രം പ്രതിവർഷം 4 ബില്യണിലധികം 600 ദശലക്ഷം കിലോഗ്രാം ഉപഭോഗം ചെയ്യുന്നു. ഈ വലിയ ആവശ്യം നിറവേറ്റാൻ ദശലക്ഷക്കണക്കിന് ടൺ അയിര് സംസ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ ചുവന്ന നിറത്തിലുള്ള ഒരു പാറ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹങ്ങളിലൊന്നായി മാറുന്നത്? ഈ വീഡിയോയിൽ അലൂമിനിയം എവിടെ നിന്ന് വരുന്നു, അത് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നമ്മൾക്ക് കാണാം. അലൂമിനിയം ഇല്ലാതെ മനുഷ്യഗണത്തിന് നിലനിൽക്കാനാവില്ല. എഞ്ചിനീയറിംഗിന്റെ ഈ അത്ഭുതം എല്ലായിടത്തുമുണ്ട്. ഇത് വിമാനങ്ങൾ, ഓട്ടോമൊബൈലുകൾ, പാത്രങ്ങൾ, നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ഹൈ വോൾട്ടേജ് കേബിളുകൾ എന്നിവയുടെ അവിഭാജ്യ ഘടകമാണ്. കാലക്രമേണ ഓക്സീകരിച്ച് നശിക്കുന്ന ഇരുമ്പിൽ നിന്ന് വ്യത്യസ്തമായി അലൂമിനിയം അതിന്റെ ഉപരിതലത്തിൽ അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു പാളി രൂപപ്പെടുത്തുന്നു. ഇത് ലോഹത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് സ്റ്റീലിനേക്കാൾ 3 ഇരട്ടി ഭാരം കുറഞ്ഞതാണ്. അതിന്റെ കുറഞ്ഞ സാന്ദ്രതയും ഉയർന്ന പ്രതിരോധശേഷിയും കാരണം ഇത് വിമാന നിർമ്മാണത്തിലെ പ്രധാന വസ്തുവായി മാറി. അലുമിനിയത്തിനെക്കുറിച്ച് കുറച്ച് ചരിത്രം നമുക്ക് നോക്കാം. 1807 ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ഹംഫ്രി ഡേവി ആലം എന്നറിയപ്പെടുന്ന ഒരു ലവണത്തിൽ ഒരു ലോഹത്തെ ആദ്യമായി തിരിച്ചറിയുന്നതുവരെ അലൂമിനിയം വേർതിരിക്കപ്പെട്ടിരുന്നില്ല. അതിനെ തിരിച്ചറിയുക എളുപ്പമായിരുന്നു, പക്ഷേ വേർതിരിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറി. ഡാനിഷ് രസതന്ത്രജ്ഞനായ ഹാൻസ് ക്രിസ്ത്യൻ ഓർസ്റ്റഡ് ഈ ലോഹം വേർതിരിച്ചെടുക്കുന്നതുവരെ ഏകദേശം 20 വർഷം കടന്നുപോയിരുന്നു. എന്നിരുന്നാലും ഈ പ്രക്രിയ വളരെ സങ്കീർണവും ചെലവേറിയതുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ അലൂമിനിയത്തിന് സ്വർണത്തേക്കാൾ മൂല്യമുണ്ടായിരുന്നു. നെപ്പോളിയൻ ഒന്നാമൻ തന്റെ പ്രധാനപ്പെട്ട അതിഥികൾക്കായി അലൂമിനിയം കട്ട്ലറികൾ ഉപയോഗിച്ചിരുന്നു. മറ്റുള്ളവർക്ക് സ്വർണം കൊണ്ടുള്ള കട്ട്ലറികളിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. 1886 ഒരു കണ്ടെത്തൽ അലൂമിനിയത്തെ കൂടുതൽ പ്രാപ്യവും ലാഭകരവുമാക്കിയതോടെ എല്ലാം മാറിമറിഞ്ഞു. സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന 2 ശാസ്ത്രജ്ഞർ, ഫ്രഞ്ചുകാരനായ പോൾ ഹെറോൾട്ടും അമേരിക്കക്കാരനായ ചാൾസ് മാർട്ടിൻ ഹാൾ എന്നിവർ ഒരു വൈദ്യുതരാസ വേർതിരിക്കൽ പ്രക്രിയ വികസിപ്പിച്ചെടുത്തു. ഇത് ഇന്നും ഉപയോഗത്തിലുണ്ട്. അലൂമിനിയം ഓക്സൈഡിനെ ക്രയോലൈറ്റ് എന്ന ലവണത്തിൽ ലയിപ്പിച്ച് വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ഓക്സിജൻ ആറ്റങ്ങൾ വേർതിരിയുകയും ലോഹ അലൂമിനിയം അവശേഷിക്കുകയും ചെയ്യുന്നു എന്ന് അവർ കണ്ടെത്തി. ഈ രീതി അലൂമിനിയത്തിന്റെ വൻതോതിലുള്ള ഉൽപ്പാദനം വളരെ കുറഞ്ഞ ചെലവിൽ സാധ്യമാക്കി. ഇത് വ്യവസായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ബോക്സൈറ്റ് ഖനനം. അലൂമിനിയം എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ കാൽക്കീഴിലാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ പുറന്തോടിലെ ഏറ്റവും സമൃദ്ധമായ ലോഹമായതിനാൽ ഇത് ഖനിത്തൊഴിലാളികളെ ആകർഷിക്കുന്നു. എന്നിരുന്നാലും പ്രകൃതിയിൽ ശുദ്ധമായ മൂലകമായി അലൂമിനിയം നിലവിലില്ല. സ്വർണത്തെയും വെള്ളിയെയും പോലെ അലൂമിനിയം അയിരിന്റെ കഷണങ്ങളോ നിക്ഷേപങ്ങളോ കാണപ്പെടുന്നില്ല. ചുവന്ന നിറത്തിലുള്ള ബോക്സൈറ്റ് നിക്ഷേപങ്ങളിൽ മാത്രമേ ഇത് കാണാൻ കഴിയൂ. ഏറ്റവും സമൃദ്ധമായ നിക്ഷേപങ്ങൾ ഓസ്ട്രേലിയ, ഗിനിയ, ബ്രസീൽ, ജമൈക്ക എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ പർവ്വതനിരകളുടെ മധ്യത്തിലുള്ള ആൽക്കോവയുടെ ഹാൻഡ്ലി ഖനി ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് ഖനിയാണ്. ഇവിടെ നിന്ന് പ്രതിവർഷം ഏകദേശം 23 ദശലക്ഷം ടൺ അയിര് വേർതിരിച്ചെടുക്കുന്നു. എങ്കിലും മിക്ക ബോക്സൈറ്റുകളും 5 മീറ്ററിലധികം ആഴത്തിലുള്ള ഭൂഗർഭ പാറയുടെ തടസ്സത്തിലൂടെ തുരക്കാതെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇതിനായി 10 നില കെട്ടിടം തകർക്കാൻ പര്യാപ്തമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ആദ്യം പാറ തുരക്കുന്നു, തുടർന്ന് അമോണിയം നൈട്രേറ്റ് അടിസ്ഥാനമാക്കിയുള്ള സ്ഫോടക വസ്തു ഇന്ധനവുമായി സംയോജിപ്പിച്ച് ഉൾപ്പെടുത്തുന്നു. ഓരോ മാസവും 700 മുതൽ 900 ടൺ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിക്കുന്നു. അലൂമിനിയം ഓക്സൈഡ് അടങ്ങിയ ആയിരക്കണക്കിന് ടൺ അയിര് ദിവസവും പൊട്ടിക്കുന്നു. ഓരോ സ്ഫോടനത്തിലും ഏകദേശം 2 ഹെക്ടർ ഭൂമി ഖനനം ചെയ്യപ്പെടുകയും 50,000 മുതൽ 1 ലക്ഷം ടൺ വരെ അയിര് പുറത്തുവരികയും ചെയ്യുന്നു. ഓരോ ടൺ അയിരിലും കുറച്ച് കിലോഗ്രാം അലൂമിനിയം മാത്രമേ അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ളൂ. അതിനാൽ ഒരൊറ്റ അലൂമിനിയം കട്ടി നിർമ്മിക്കാൻ വലിയ അളവിൽ ബോക്സൈറ്റ് സംസ്കരിക്കേണ്ടതുണ്ട്. 1 ടൺ അലൂമിനിയം ലഭിക്കാൻ ഏകദേശം 4 ടൺ ബോക്സൈറ്റ് ആവശ്യമാണ്. ഖനനത്തിനായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം ആവശ്യമാണ്. ഇന്ന് അലൂമിനിയത്തിന് കിലോയ്ക്ക് 265 സെന്റാണ് വില. കൂടാതെ ഖനന വ്യവസായം വലിയ തോതിലുള്ള ഉപകരണങ്ങളിൽ നിക്ഷേപം നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും 20 ദശലക്ഷം ഡോളറിലധികം വിലമതിക്കുന്നതുമായ ഈ മണ്ണുമാന്തി യന്ത്രം ഏറ്റവും ചെലവേറിയ ഒന്നാണ്. ഓഫ് റോഡ് ട്രക്കുകൾക്ക് 270 ടൺ വരെ ബോക്സൈറ്റ് കൊണ്ടുപോകാൻ കഴിയും. കൂടാതെ ഈ മണ്ണുമാന്തി യന്ത്രം 3 നീക്കങ്ങളിലൂടെ 1 ടൺ ബോക്സൈറ്റ് നിറയ്ക്കുന്നു. ഒരു ട്രക്ക് ശൂന്യമായി വന്ന് 1 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായി ലോഡായി പുറപ്പെടുന്നു. അതിനുശേഷം ട്രക്കുകൾ സംസ്കരണ പ്ലാന്റിൽ അയിരിറക്കുന്നു. അയിരിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ ബേഡ് പ്രക്രിയ എന്നറിയപ്പെടുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നു. കൺവെയർ ബെൽറ്റ് അയിര് ഒരു ഭീമാകാരമായ കറങ്ങുന്ന ഡ്രമ്മിലേക്ക് നിക്ഷേപിക്കുന്നു. അവിടെ വലിയ ഉരുക്ക് ഗോളങ്ങൾ അതിനെ ഒരു
നേർത്ത പൊടിയായി മാറുന്നതുവരെ പൊടിക്കുന്നു. ഈ ബോക്സൈറ്റ് പൊടി പിന്നീട് ഒരു കാസ്റ്റിക് ദ്രാവകവുമായി കലർത്തുന്നു. അത് അലൂമിനിയം ഓക്സൈഡിനെ മറ്റ് ഘടകങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. അതിന്റെ ഫലമായി അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു സാന്ദ്രീകൃത ലായനി ലഭിക്കുന്നു. ഏറ്റവും ആശ്ചര്യകരമായ കാര്യമിതാ, ഈ ലായനി ഉണക്കി അലൂമിന എന്നറിയപ്പെടുന്ന മണൽ പോലുള്ള ക്രിസ്റ്റലുകളാക്കി മാറ്റുന്നു. ഈ പദാർത്ഥത്തിൽ നിന്നാണ് അലൂമിനിയം നിർമ്മിക്കുന്നത്. ഹോൾ ഹെറോൾഡ് പ്രക്രിയ, അലൂമിനിയം വേർതിരിക്കൽ. അടുത്ത ഘട്ടം ഓക്സിജനിൽ നിന്ന് അലൂമിനിയത്തെ വേർതിരിക്കുക എന്നതാണ്. ഇതിനായി അലൂമിന ആൽക്കോവയുടെ ഉൽപാദന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ 3 ദിവസത്തിലും ഒരു കപ്പൽ തുറമുഖം വിടുന്നു. അതിലുള്ള അലൂമിനിയം ഒരു ഉരുക്ക് നിർമ്മാണശാല ഓരോ 3 ദിവസത്തിലും 35,000 ടൺ ശുദ്ധമായ അലൂമിനിയമാക്കി മാറ്റും. ഏകദേശം 100 ടൺ അലൂമിനിയവുമായി ഒരു കപ്പലെത്തുന്നു. തുടർന്ന് അതിന്റെ ഉള്ളടക്കം മുഴുവനും ഒരുതരം വ്യാവസായിക സൂപ്പർ വാക്വം ക്ലീനർ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നു. അത് മണിക്കൂറിൽ 300 ടൺ വരെ വേർതിരിച്ചെടുക്കുന്നു. ഏകദേശം 5 മണിക്കൂറിനുള്ളിൽ കപ്പൽ കാലിയാക്കുന്നു. ഈ വസ്തു കൺവെയർ ബെൽറ്റുകളിൽ നിക്ഷേപിച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അലൂമിന ഉരുകിയ ക്രയോലൈറ്റ് നിറച്ച വലിയ ഇലക്ട്രോലൈറ്റിക് സെല്ലുകളിൽ പ്രവേശിപ്പിക്കുന്നു. ക്രയോലൈറ്റ് അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് 2000 സെൽഷ്യസിൽ നിന്ന് ഏകദേശം 900 സെൽഷ്യസിലേക്ക് കുറയ്ക്കുന്നു. ശുദ്ധമായ അലൂമിനിയം ലഭിക്കുന്നതിന് അതിനെ ശക്തമായി ബന്ധിപ്പിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളെ വേർതിരിക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയയ്ക്ക് വളരെയധികം വൈദ്യുതി ആവശ്യമാണ്. അതുകൊണ്ടാണ് അലൂമിനിയം ഇലക്ട്രിസിറ്റി ഇൻ എ സോളിഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. 1 കിലോഗ്രാം അലൂമിനിയത്തിന്റെ നിർമ്മാണ ചെലവിന്റെ ഏകദേശം 1/3 വൈദ്യുതി ഉപഭോഗത്തിന് തുല്യമാണ്. സെല്ലുകൾക്ക് ഊർജം നൽകാൻ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 3 ലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകാൻ കഴിയും. മൊത്തത്തിൽ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാൻ പ്രതിവർഷം 340 മെഗാവാട്ടിലധികം വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലുകളിൽ കുറഞ്ഞ വോൾട്ടേജും ഉയർന്ന തീവ്രതയുമുള്ള ഒരു വൈദ്യുത പ്രവാഹം കാർബൺ ആനോഡുകളിലൂടെയും ഒരു കാഥോഡിലൂടെയും പ്രയോഗിക്കുന്നു. ഇത് വൈദ്യുത വിശ്ലേഷണം ആരംഭിക്കുന്നു. സെല്ലുകളുമായി ബന്ധിപ്പിച്ച ചെമ്പ് ബാറുകളിലൂടെ വൈദ്യുതി ഒഴുകുന്നു. അവയിൽ അടങ്ങിയിരിക്കുന്ന അലൂമിനിയം ഓക്സൈഡ് തന്മാത്രകൾ 2 അലൂമിനിയം ആറ്റങ്ങളും 3 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ്. വൈദ്യുത പ്രവാഹം ഈ ബന്ധനങ്ങളെ തകർത്ത് ആറ്റങ്ങളെ വേർതിരിക്കുന്നു. ഓക്സിജൻ പാത്രത്തിന്റെ മുകളിലേക്ക് ഉയരുകയും കാർബൺ ആനോഡുകളുമായി പ്രതിപ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതേസമയം സാന്ദ്രത കൂടിയ അലൂമിനിയം സെല്ലിന്റെ അടിയിലേക്ക് താഴുന്നു. വൈദ്യുത വിശ്ലേഷണത്തിന് ശേഷം 900 സെൽഷ്യസിലുള്ള ഉരുകിയ അലൂമിനിയം സെക്ഷൻ പമ്പിംഗ് വഴി ക്രയോലൈറ്റിൽ നിന്ന് വേർതിരിക്കുന്നു. ലോഹം സെല്ലുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ ഈ പ്രക്രിയ ഓരോ 36 മണിക്കൂറിലും ഒരു തുടർച്ചയായ സൈക്കിളായി നടക്കുന്നു. വേർതിരിച്ചെടുത്ത ശേഷം ദ്രാവക അലൂമിനിയം ഒരു താപ ഇൻസുലേറ്റഡ് കണ്ടെയ്നറായ ട്രാൻസ്പോർട്ട് ക്രൂസിബിളിലേക്ക് മാറ്റുന്നു. ഇത് ലോഹത്തിന്റെ താപനില നിലനിർത്താനും അതിന്റെ അകാല ഖരരൂപീകരണം തടയാനും രൂപകൽപ്പന ചെയ്തതാണ്. ശുദ്ധീകരണ ചൂളകളിൽ അലൂമിനിയം വീണ്ടും ചൂടാക്കുകയും ഹൈഡ്രജൻ ഓക്സൈഡുകൾ പോലുള്ള അനാവശ്യ ഘടകങ്ങൾ നീക്കം ചെയ്യുന്ന ഫിൽട്രേഷൻ പോലുള്ള പ്രക്രിയകളിലൂടെ ശേഷിക്കുന്ന മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശുദ്ധമായ അലൂമിനിയം ഇൻഗോട്ടുകൾ അല്ലെങ്കിൽ അലൂമിനിയം കട്ടികൾ ഉണ്ടാക്കുന്നതിനായി അച്ചുകളിലേക്ക് മാറ്റുകയും ഘടനാപരമായ തകരാറുകൾ കൂടാതെ ഉറച്ചുപോകുന്നു എന്ന് ഉറപ്പാക്കാൻ നിയന്ത്രിത തണുപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇൻഗോട്ടുകൾ തയ്യാറാകുമ്പോൾ അവ വിവിധ വ്യവസായങ്ങളിലേക്ക് അയക്കുന്നു. അവിടെ അവ ഓട്ടോമോട്ടീവ്, എയ്റോസ്പേസ്, സിവിൽ നിർമ്മാണ മേഖലകൾക്കായുള്ള ഉൽപ്പന്നങ്ങളായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് പകർന്നു എന്ന് കരുതുന്നു. അലൂമിനിയം നിർമ്മിക്കുന്ന ഈ സങ്കീർണമായ വ്യാവസായിക പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.